ആക്സിസ് ബാങ്ക് ഇന്ത്യയുടെ മറ്റൊരു സർവേ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരായിരിക്കണമെന്നുള്ള സർവേയും അവർ ഈ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ VD സതീശനെ 21% ആളുകൾ പിന്തുണയ്ക്കുന്നു, പിണറായി വിജയനെ 33% ആളുകൾ പിന്തുണയ്ക്കുന്നു, രമേശ് ചെന്നിത്തലയെ 8, KC വേണുഗോപാലിനെ 3, ശശി തരൂരിനെ 1, KK ശൈലജയെ 2. സതീശന് 24% ആളുകൾ പിന്തുണക്കുമ്പോൾ പിണറായി വിജയന് 33% ആളുകൾ പിന്തുണക്കുന്നുണ്ട്. പക്ഷേ ഭരണം UDF കൊടുക്കും. അതെ, അങ്ങനെയാണ്. കാരണം 21% VD സതീശനെ പിന്തുണയ്ക്കുന്നത്, പിണറായി വിജയനെ 33% പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് ഏകദേശം 11% ആളുകളുടെ 12% ആളുകളുടെ പിന്തുണ കൂടുതൽ പിണറായി വിജയനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ആക്സിസ് ഇന്ത്യയുടെ സർവേയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ അവർ പ്രവചിക്കുമ്പോൾ UDF വലിയ വിജയം പ്രഖ്യാപിക്കുമ്പോഴും ആ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. UDFിലെ ഏത് സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്കുമെന്ന് 11% ആളുകളും ഈ സർവേയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും UDFിൻ്റെ എണ്ണക്കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ LDFിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം 33, 35, 40% ആളുകളാണ് LDFിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ UDFിൻ്റെതിൽ അതിൽ കൂടുതലുണ്ട്, 42% ആളുകളുണ്ട്. പക്ഷേ അതിൽ VD സതീശൻ 21, UDFിലെ ഏത് സ്ഥാനാർത്ഥി വന്നാലും മതി എന്നുള്ളതാണ് 11% ആളുകൾ പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3, ശശി തരൂരിന് 1 എന്നതാണ് ആ ഒരു ശതമാനക്കണക്ക്. ആസിഫെ, പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, എല്ലാ സർവേകളും BJPക്ക് NDAക്ക് സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് അല്ലേ? NDTV ഒഴികെ. NDTV 0 മുതലാണെന്ന് തോന്നുന്നു. 9-ൽ 5 സർവേകളും പ്രവചിച്ചിട്ടുണ്ട്. മറ്റ് സർവേകൾ 0 മുതലാണ്. പക്ഷേ PMark, ടൈംസ് നൗ, പിന്നെ മാട്രിക്സ്, സി ന്യൂസ് കേരളം, ചാണക്യ ഇവരെല്ലാവരും BJPക്ക് സീറ്റ് പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. PMark പറയുന്നത് 3 സീറ്റ് വരെ നേടാം, JVC പറയുന്നത് 3 മുതൽ 7 സീറ്റ് വരെ നേടാം, അങ്ങനെ മെട്രിക്സ് 2 മുതൽ 4 സീറ്റ് വരെ, സി ന്യൂസ് 1 മുതൽ 4 വരെ, അങ്ങനെ അവർ കൃത്യമായി പറയുന്നുണ്ട്. അത് 0 മുതൽ അല്ലാതെ പറയുന്ന 5 സർവേ ഫലങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ BJP വീണ്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ് ഈ 9 സർവേകളിൽ 5 സർവേകളും പറയുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്.